ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കോവ നട്ടിട്ടുണ്ടായിരുന്നു. കോവ അപ്പോൾ വല കെട്ടിയായിരുന്നു ഞാനത് പടർത്തി വിട്ടിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇപ്രാവശ്യം അത് നിറയെ കാ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടോ, ഇപ്രാവശ്യം നല്ല രീതിയിൽ കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റൊക്കെ കുറവാണ്, വിലയൊക്കെ കുറവാണ്. ഞാനിത് വല കെട്ടിയാണ് ഇത് പടർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മണ്ടയിലാണ്, മുകളിലാണ് ഇഷ്ടം പോലെ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് കായ. കണ്ടോ, ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ വീടിൻ്റെ മുകളിലൊക്കെ സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇവിടെ കണ്ടോ നിറയെ കാ പിടിച്ചിട്ടുണ്ട്, നിറയെ കാ. ഞാനിത് 2-3 പ്രാവശ്യം വിളവെടുത്തതാണ്. അടുത്ത് വിളവെടുക്കാൻ പാകത്തിനായി നിൽക്കുന്നതാണ്. ഇതെല്ലാം കായാണ്. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. ഇതെല്ലാം കായാണ്. നിറയെ കാ പിടിച്ചിട്ടുണ്ട്, നിറയെ. ഒരുപാട് മുടക്കൊന്നുമില്ല, ക്യാഷ് മുടക്കൊന്നുമില്ല ഫ്രണ്ട്സ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതൊരു ഭയങ്കര ഭംഗിയാണ്. ഇത് കായ്ച്ച് നിൽക്കുന്നത് തന്നെ കാണാൻ. ഇത് പഴുത്തുപോയി, കണ്ടോ. ഇനി ഇതിൽക്കാളും കുറച്ചുകൂടെ നീളമുള്ള ഒരു ഐറ്റം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട്സ് അത്. പക്ഷെ ഇത് ഇപ്പോൾ കുറച്ച് ആയതേ ഉള്ളൂ, ഒരുപാട് വലുതായിട്ടില്ല. തൈ വലുതായിട്ടില്ല, കായ്ച്ച് തുടങ്ങിയതേ ഉള്ളൂ. കണ്ടോ, ഇത് മുമ്പ് ഞാൻ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട്. കണ്ടോ, ഇതിനെയും സൈസാവാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നീളവും വണ്ണവും വരും. ഇത് പാകമായിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ഒരുപാട് മുന്നേ കാണിച്ചതുപോലെ ആ കോവയുടെ തൈ പോലെ ഇത് വളർന്നിട്ടില്ല, പടർന്ന് പന്തലിച്ചിട്ടില്ല. കണ്ടോ, കുറച്ചുകൂടെ സൈസ് വയ്ക്കും. ഇത് പാകമായിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് വീടിൻ്റെ മണ്ടയ്ക്കല്ല, ഇത് നമ്മുടെ പറമ്പിൽ തന്നെ വല കെട്ടി പടർത്തി വിട്ടതാണ്. പിന്നുള്ളത് ഇവിടാണ്. ഇത് വേറൊരു സ്ഥലത്തായിരുന്നു. സ്ഥലമുള്ളിടത്തൊക്കെയും ഇത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പാഷൻ ഫ്രൂട്ടും ഉണ്ട്. ഇതിലും നിറയെ കായ, അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, മുന്നേ കാണിച്ചതുപോലെ വലിയ സൈസല്ല ഇത്. ഇത് ഞാൻ മുന്നേ കാണിച്ച അതേ സൈസ് കോവയ്ക്കയാണ്. ആദ്യം കാണിച്ച അതേ സൈസ് കോവയ്ക്കയാണ്. കണ്ടോ, ഇവിടെയും കായ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിലും പറമ്പിലും ഒക്കെ സ്ഥലമുണ്ടെങ്കിൽ കോവ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വല കെട്ടി ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഓക്കെ.